ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൽഡിസ് ആൽബി സ്റ്റുഡിയോസ്. ഞാനിന്ന് വയനാട്ടിലാണുള്ളത്. ഇവിടെ നല്ല തണുപ്പാണ്. വയനാട്ടിലുള്ള എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. നിതിൻ ഷാജ് എന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മൂപ്പരുണ്ടാക്കുന്ന ഒരു രുചികരമായ ഒരു മീൻകറി ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്നേ വരെ നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഒന്ന് കുറിക്കുകയാണ്. അപ്പോൾ വീട്ടിലെ പൂച്ചക്കുഞ്ഞ് ഓടി നടന്ന് കുസൃതി കാണിച്ച് നടപ്പുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കൊടംപുളി ഇട്ട് കത്തിച്ച കേതൽ കറി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമ്മൾ മീൻകറിയിലോട്ട് ആവശ്യമായ കേതൽ മീൻ 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മീൻകറിക്ക് ആവശ്യമായ ചേരുവകൾ 4 മുളക്, 2 സവാള അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, അതുപോലെ തന്നെ നമ്മൾ 4 കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേതൽ മീൻ. വീട്ടിൽ തന്നെ ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മീൻകറി വെക്കുന്ന ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ചട്ടിയിലെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക. വെളിച്ചെണ്ണ ചട്ടിയിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉലുവ ചേർത്താൽ മതി. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിലോട്ട് ചേർക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 10 വെളുത്തുള്ളിയാണ് ഇതിലോട്ട് എടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഒരു 2 നാരങ്ങേൻ്റെ വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് നമ്മൾ ചതച്ചെടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കീറി വെച്ച മുളക് ചേർക്കുകയാണ്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. 2 ഉള്ളിയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ഉള്ളിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത്. ആ ഉള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി മസാലകൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ അല്പം കുറച്ച് വെക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. അതിനുശേഷം നമ്മൾ കൊടംപുളി അടക്കം ഇതിലിട്ട് ഒഴിക്കുകയാണ്. ഏകദേശം 1 ഗ്ലാസ് കൊടംപുളി വെള്ളമാണ് നമ്മൾ ഇതിലിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഏകദേശം 4 കൊടംപുളിയാണ് അതിലിട്ട് ഇട്ടിട്ടുള്ളത് നമ്മൾ. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഈ മസാല ഈ വെള്ളത്തിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് തരാൻ വേണ്ടി നന്നായിട്ട് കുറച്ച് നേരം ഇളക്കുക. ഇത് തിളയ്ക്കുമ്പോഴേട്ടും എൻ്റെ ചേട്ടൻ്റെ വൈഫ് അനിത ചേച്ചി ഫ്ലവർ ബാങ്കിൽ മാനേജറായിട്ട് വർക്കുകയാണ്. പുള്ളിക്കാരി ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഭംഗിയായിട്ട് ബോട്ടിൽ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെറിയ ഗ്ലാസ് അക്വേറിയത്തിൽ ചെടികളും അതിൽ ഗപ്പിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടാണ് ചേച്ചി ഇപ്പോൾ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വീട്ടിൽ വരുന്നവർക്കൊക്കെ നല്ലൊരു കൗതുകമായിരിക്കും. ഡൈനിങ് ടേബിളിലും ഷോക്കേസുകളിലും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയയിലും കിച്ചണിലൊക്കെ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മുടെ മീൻ കറി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കേതൽ മീൻ ആഡ് ചെയ്യാം. നമ്മൾ ഈ കേതൽ മീൻ കറി മേടിച്ചപ്പോൾ തലയും കൂടെ ഇതിലായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ തല വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊക്കെ വീട്ടിൽ തലക്കറിയൊക്കെ വെക്കലുണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലയും കൂടെ ഇതിൽ വെട്ടിയിടിപ്പിച്ചത്. ഇനി അല്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ചെടുക്കാം. ഈ മീനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുപോലെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അതേപോലെ തന്നെ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ മോൻ കുട്ടപ്പായി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജെറോമിനെ കൊണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കുകയാണ്. എരിവ് ഉപ്പൊക്കെ ഉണ്ടെന്നാണ് ജെറോ പറഞ്ഞത്. മീൻകറി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ മായമൊന്നും കലരാത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കേതൽ പറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. തേൻ്റെയും ചോറിൻ്റെയും കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ മണിയിലൊന്ന് ഞെക്കും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.